നിങ്ങളെല്ലാവരും ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിൽ കുറെ കൺസേൺസ് ഉണ്ടാവും, കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. അതായത് ഓപ്ഷൻസ് കൊടുക്കുന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടതിനെ പറ്റിയോ, അല്ലെങ്കിൽ വൺസ് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് വരുന്ന സമയത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആക്സെപ്റ്റ് ആൻഡ് ഫ്രീസ്, റീടേൺ ആൻഡ് വെയിറ്റ്, റിജക്റ്റ് ആൻഡ് വെയിറ്റ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്നുള്ള ഡൗട്ടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഇന്റർവ്യൂ കോൾസ് ഒക്കെ വരുന്ന സമയത്ത് ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഡൗട്ടുകൾ ഉണ്ടാവും, അല്ലേ? അപ്പൊ അതൊക്കെ ഏകദേശം ഒരു ക്ലാരിറ്റി തരാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ അഭിജൻ സാറും ഉണ്ട് കൂടെ. പിന്നെ നമ്മുടെ നിങ്ങളുടെ സീനിയർ ബാച്ചിൽ ഓൾറെഡി നന്നായി പഠിച്ച് അഡ്മിഷൻ എടുത്ത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള 2 പേരും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അവർ ജോയിൻ ചെയ്ത അശ്വിൻ ആൻഡ് ദീപക്, രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അശ്വിനും ദീപക്കും. അശ്വിൻ IIT റൂർക്കിയിലും ദീപക് IIT ഡൽഹിയിലും ഇപ്പോൾ MTech ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ നല്ലതായിട്ട് അവരെന്നെ പറയുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരും സംസാരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഫൈനലി ഓരോരുത്തർക്കും ഓഡിയോ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും പെർമിഷൻ ഇല്ലേ ഓഡിയോ ഓൺ ചെയ്യാൻ? നോക്കണേ. അപ്പോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം, ഇൻ ബിറ്റ്വീനും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നും അല്ലേ? അപ്പോൾ അഭിജിൻ സർ ജസ്റ്റ് ഒന്ന് സാർ എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു അച്ഛനോടും ദീപക്കിനോടും അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ തോന്നുന്നു ആദ്യം. എന്നിട്ട് നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം സംസാരിക്കാം അല്ലേ? അതെ, നമുക്ക് ആദ്യം അവര് സംസാരിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ എക്സ്പീരിയൻസസും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യട്ടെ. ഷെയർ ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റുഡൻസ് നിന്ന് ക്വറീസ് ഒക്കെ എടുക്കാം. ഓക്കെ. അപ്പോ അശ്വിൻ, ദീപക്, ആരെങ്കിലും ഒരാൾ എന്നാലും സംസാരിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യമേ ഒരു സെക്കൻഡ്, ജസ്റ്റ് ഒരു സെക്കൻഡ്. ആദ്യമേ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ്, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചാറ്റ് എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കും കൂടി ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സംസാരിക്കുമ്പോൾ അത് അഡ്രസ് ചെയ്ത് പോകാനും പറ്റും. ഓക്കെ. അപ്പോൾ ഓൺലൈനിൽ എനിക്കിപ്പോൾ ദീപക്കിനെ കാണുന്നു. ദീപക് അവിടെ ഉണ്ടോ ഓൺലൈനിൽ? ഹലോ സർ, കേൾക്കാമോ? യെസ് യെസ്. ഓക്കെ സർ, കാണാൻ പറ്റുന്നുണ്ടോ സർ? ഹലോ, ക്ലിയർ അല്ലേ സർ? ഉണ്ടടാ ഉണ്ടടാ. ഹായ്, ഗുഡ് ഈവനിങ് സർ. അല്ലേ? അതെ, സുഖമായിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ വന്ന എല്ലാവർക്കും, ഇവിടെ വന്ന ഒട്ടുമിക്ക ആൾക്കാരും തന്നെ ഗേറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ എല്ലാവർക്കും വലിയൊരു കൺഗ്രാറ്റ്സ്. അപ്പൊ നിങ്ങളെല്ലാം മെയിൻ പാർട്ട് എന്തായാലും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ബാക്കി അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ. ആദ്യം അഡ്മിഷന്റെ കാര്യം, ആദ്യം ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ മിക്കവാറൊക്കെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ പറയാം. ഓപ്ഷൻ കൊടുത്തിട്ടുള്ള സ്ഥിതിക്ക് ഇനി ടിസിന്റെ ഒക്കെ ആണെങ്കിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇനി അലോട്ട്മെന്റ് വരുന്നുണ്ടാവും. അപ്പൊ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എല്ലാവരുടെയും ഫസ്റ്റ് പ്രിഫറൻസ് ബെസ്റ്റ് IIT ഏറ്റവും നല്ല സബ്ജക്ട് തന്നെ പഠിക്കണമെന്നായിരിക്കും. അപ്പോ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഇഷ്ടപ്പെട്ട സബ്ജക്ട് ബെസ്റ്റ് IIT പഠിക്കുക. ബെസ്റ്റ് IIT ഇഷ്ടപ്പെട്ട സബ്ജക്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ഒന്നിലെ ഒരു വലിയ IIT തന്നെ കുറച്ച് കുറഞ്ഞ സബ്ജക്ട് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് താഴോട്ടുള്ള IIT ഒരു അത്യാവശ്യം നല്ല സബ്ജക്ട് എടുക്കുക. പക്ഷെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളെ ഒരു നല്ല IIT ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ്. അപ്പൊ നിങ്ങളുടെ ഇതനുസരിച്ച് എന്തായാലും വരും. ഇപ്പോ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൽ റിസർച്ച് ചെയ്യാനൊക്കെയാണ് താല്പര്യമെങ്കിൽ കുറച്ച് താഴ്ന്ന IIT നിങ്ങൾ ആ സബ്ജക്ട് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് IIT എന്നുള്ള ഒരു ടാഗും അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുക, എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് IIT ആയിരിക്കും. കാര്യം നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം ചോദിക്കുക എവിടെ പഠിച്ചു എന്നായിരിക്കും. എന്ത് പഠിച്ചു എന്നുള്ളത് പിന്നെ ചോദിക്കത്തുള്ളൂ. അപ്പൊ എന്റെ പേഴ്സണൽ സജഷൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോ MTech ഇത്തവണ തന്നെ പോകണം എന്നൊരു നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഗേറ്റിന് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ എപ്പോഴാണ് MTechന് പോവേണ്ടത്. കാര്യം MTech ഇപ്പോ പലരും MTech എടുത്തു കഴിഞ്ഞാലും കേരള PSCയോ ബാക്കി സ്റ്റേറ്റ് എക്സാംസ് ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഇവിടെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളെ ടച്ച് വിടാൻ ചാൻസ് ഉണ്ട്. MTech സമയത്ത് നിങ്ങൾ വേറെ സ്ഥലത്ത് മാത്രമേ പഠിക്കത്തുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിപ്പോ ആദ്യം PSC തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ എംടെക്കിന് പോവാം. അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ തന്നെയാണ് അതിന്റെ ഫുള്ള് ഇത് എടുക്കേണ്ടത്. അതിന്റെ എന്ത് കോൺസിക്വൻസ് വന്നാലും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുക. അപ്പോൾ ആദ്യം ക്ലിയർ ആയിട്ടൊരു ഐഡിയ വേണം. നിങ്ങൾ എംടെക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇത്തവണ? ഇനി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എംടെക് എടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ റീറ്റെയിൻ ഫ്രീസ് ഓപ്ഷൻ വൃത്തിക്ക് ഉപയോഗിക്കുക. കാര്യം നിങ്ങൾ കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ആയിരിക്കും ആദ്യം വരുന്നത്, പക്ഷെ അതിൽ നല്ല ഓപ്ഷൻസ് ആയിരിക്കും താഴേക്ക് വരുന്നത്. അപ്പോൾ ഒരുവിധം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീസ് ചെയ്തിട്ട് പോവാം. ഇനി എന്തായാലും ഈ സബ്ജക്റ്റ് എനിക്ക് തീരെ താല്പര്യമില്ല തോന്നുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് റിജക്ട് കൊടുത്തിട്ട് ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ എംടെക് അത്ര വലിയ പ്രിഫറൻസ് അല്ല, കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി റിജക്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ റിസ്ക് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കേസിൽ എനിക്ക് ആദ്യം വന്നത് ISC ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോഴെനിക്ക് ഈ എംടെക് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഫസ്റ്റ് ഇതില് മറ്റേ ഫീസ് കൊടുത്തു, റീറ്റെയിൻ ആൻഡ് വെയിറ്റ് കൊടുത്തു. സെക്കൻഡ് ടൈമിൽ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു, അത് അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്ട്, ആ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോ എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നത് കൺസ്ട്രക്ഷൻ എടുക്കുവാണെങ്കിൽ, എംടെക് എടുക്കുവാണെങ്കിൽ ഒരു നല്ല കോളേജിൽ നിന്ന് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ എടുത്താൽ മതി എന്നായിരുന്നു. കാര്യം എനിക്ക് സ്ട്രക്ചർ സൈഡിലേക്കൊന്നും പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ISC ബാംഗ്ലൂരിന്റെ ഒരു പ്രശ്നം, അവിടെ എംടെക് എന്ന് പറഞ്ഞിട്ട് എംടെക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടുക. അതായത് ഫസ്റ്റ് സെമ്മ് നമ്മൾ എല്ലാ വിഷയവും കോമൺ ആയിട്ട് പഠിക്കണം, സെക്കൻഡ് സെമ്മിൽ സ്പെഷ്യലൈസേഷൻ വരും. അതായത് നമ്മുടെ ഫസ്റ്റ് സെമ്മിലെ മാർക്ക് അനുസരിച്ച് എൻവയോൺമെന്റൽ ആണോ ട്രാൻസ്പോർട്ടേഷൻ ആണോ എന്നുള്ളത് സെക്കൻഡ് സെമ്മിൽ തീരുമാനിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡിഗ്രി എംടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസ്ഡ് ഇൻ സാർ ഇവിടുത്തെ പോയ കോലത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഏത് സബ്ജക്ട് സെക്കൻഡ് സെമ്മിൽ കിട്ടും എന്നുള്ളത്. പിന്നെ എനിക്ക് എന്തായാലും ഈ മാത്സ് അങ്ങനെയുള്ള സാധനങ്ങൾ വലിയ താല്പര്യം ഇല്ലായിരുന്നു. അവിടെ ISC കുറച്ച് മാത്സ് ഓറിയന്റഡ് ആണ്, നമുക്ക് മാത്സ് പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ISC പിന്നെ സെക്കൻഡ് ഓപ്ഷൻ റിജക്ട് കൊടുത്തു. എന്നിട്ട് എനിക്ക് വന്നത് IIT മദ്രാസിലെ എൻവയോൺമെന്റൽ ആയിരുന്നു. പക്ഷെ അതും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാനത് നോക്കിയായിരുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പോകുന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന് പോകുന്നുള്ളൂ, അതുകൊണ്ട് ഞാനും അത് നേരെ റിജക്ട് കൊടുത്തു. പിന്നെ എനിക്ക് ഈ ഓപ്ഷൻ വരുന്നത് 10ാമത്തെ റൗണ്ടിലാണ്. അപ്പോ ഇതിനിടയിൽ ഞാൻ റിസ്ക് എടുത്തത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. പക്ഷെ ഞാൻ എല്ലാവരോടും റിസ്ക് എടുക്കാൻ പറയത്തില്ല, നിങ്ങളുടെ അൾട്ടിമേറ്റ് തീരുമാനം നിങ്ങളുടേതായിരിക്കണം. ഞാൻ എന്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഐ മീൻ നിങ്ങൾക്ക് ഇനിയിപ്പോ അലോട്ട്മെന്റിൽ ആദ്യത്തേതൊന്നും വന്നില്ലെങ്കിൽ നിങ്ങൾ സ്പോട്ട് നല്ലൊരു ഓപ്ഷനാണ്. കാര്യം ഞാൻ IIT ബോംബെയിൽ ഇന്റർവ്യൂ പോയായിരുന്നു. എന്നിട്ട് ഇവിടെ അഡ്മിഷൻ കിട്ടിയ ശേഷം ഞാൻ അവിടെ ഒരു പ്രൊഫസറിന് മെയിൽ അയച്ചായിരുന്നു, വേക്കൻസീസ് ഉണ്ടോ? അപ്പോൾ പറഞ്ഞു വേക്കൻസീസ് ഉണ്ട്, നിങ്ങൾ സ്പോട്ടിന് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്പോട്ടിന് പോകാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഡൽഹിയിൽ കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ സ്പോട്ടിന് പോയില്ല. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെന്റും നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇതാണ് മൊത്തത്തിൽ എംടെക് കോഴ്സ് എടുക്കുന്നതിനെ പറ്റി എൻ്റെ അഭിപ്രായം. ഇനി അശ്വിനും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസിലേക്ക് വരാം അല്ലേ സർ? മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇടക്ക് ഇവർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലേ ജസ്റ്റ് അവർ സംസാരിച്ച ശേഷം ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഇട്ട് വെക്കുകയും ചെയ്യാം, ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അശ്വിൻ. ഓഡിയോ ആണോ? ഹലോ. ഓഡിയോളാടാ, പറഞ്ഞു. ഓക്കെ. അപ്പോ ജീവക്ക് പറഞ്ഞാല് ഏകദേശം എല്ലാം കവർ ആയിട്ടുണ്ട്. ഇനി പറയാനുള്ളത് എനിക്ക് വന്ന അവൻ വിട്ടുപോയത്, നമ്മൾ ഈ പോർട്ടലിൽ കൊടുക്കാൻ നേരത്ത്, അതായത് നമുക്ക് ഓപ്ഷൻസ് വരാൻ നേരത്തുള്ള 2-3 കേസുകളാണ്. അതിലൊന്നാണ് നമുക്ക് മറ്റേ റീറ്റേൺ ആൻഡ് വെയിറ്റും അതേപോലെ തന്നെ അക്സെപ്റ്റും അങ്ങനെയുള്ള ഓഫേഴ്സ്. അപ്പൊ ഈ അക്സെപ്റ്റ് ചെയ്യുന്ന പരിപാടി നമുക്ക് ഒറ്റ തവണയാണ് ചെയ്യാൻ പറ്റുള്ളൂ. റീറ്റേൺ ചെയ്യുന്നത് നമുക്ക് ഒരു ഓപ്ഷനിൽ നമുക്ക് 2 തവണ ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ 2 തവണയാണ് റീറ്റേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ നമുക്ക് മൊത്തം 10 റൗണ്ടാണ് വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് 2-3 സ്പെഷ്യൽ റൗണ്ട്സ് എന്തുകൊണ്ട് പിന്നെയാണ് എനിക്ക് തോന്നുന്നത് സ്പോട്ട് ചെയ്തിട്ട് കടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോ ഈ 10 റൗണ്ടിലും മെയിൻ കോഴ്സുകൾ സ്ട്രക്ചർ, ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ ചിലയിടത്തൊക്കെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഇതെല്ലാം ഏകദേശം ഒരു 7-8 റൗണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി മിക്ക ഓൾഡ് IITസിലൊക്കെ ഫില്ലാവും. അതായത് ബോംബെ, ഡൽഹി, റൂർക്കി, ഖരഗ്പൂർ, ഇവിടെയൊക്കെ തന്നെ ഫില്ലാവും. പിന്നെ അവിടെയൊക്കെ ഈ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ സ്പോട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ സ്പോട്ട് നോക്കുന്നതൊക്കെ ഭയങ്കര മണ്ടത്തരായിരിക്കും.
കാരണം ഓൾറെഡി അത് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എന്റെ കേസിൽ എന്ന് പറയാൻ നേരത്ത് ഞാനൊക്കെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. അപ്പൊ ഈവൻ ട്രാൻസ്പോർട്ടേഷൻ വരെ മദ്രാസിൽ 7th റൗണ്ടിൽ എന്തോ ഏകദേശം ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ നമ്മള് അതിൽ താഴെ റാങ്ക് ഉള്ളവര് മീൻസ് വെയിറ്റ് ചെയ്യുന്നത് മണ്ടത്തരായിരിക്കും. അപ്പോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കണം. നിങ്ങളെക്കാളും റാങ്ക് കൂടിയ ആൾക്കാരൊക്കെ ഇപ്പൊ ഓൾറെഡി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയോ ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോ അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും കറന്റ് റിയൽ ടൈമിൽ. പിന്നെ റീറ്റേൺ ആൻഡ് വെയിറ്റ് ഓഫർ അത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്തതിലും എല്ലാത്തിലും കയറി ഉപയോഗിക്കരുത്. നമുക്ക് ഏതാണോ ഇപ്പൊ നമുക്ക് ചാൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് നല്ലതായിട്ട് തോന്നും, പക്ഷെ അതിലും നല്ലത് വന്നാൽ കൊള്ളാം എന്ന് തോന്നുന്ന ഓപ്ഷൻസിൽ മാത്രം നിങ്ങൾ റീറ്റേൺ ആൻഡ് വെയിറ്റ് ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നത് അത് ഒരു റൗണ്ടിൽ നമുക്ക് ഏതോ ഒരെണ്ണത്തിന് മാത്രമേ റീറ്റേൺ വെയിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട് ഇതിൽ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നതല്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ കൊടുത്തിട്ട് ഓൾറെഡി ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോ വരാൻ നേരത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യം നല്ലൊരു ഓപ്ഷൻ നോക്കി ചൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ നിങ്ങളിപ്പോ ജോബ് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതായത് IITന്റെ ഓർഡറിൽ തന്നെ ഓപ്ഷൻസിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഫസ്റ്റ് 1, 2, 3 എന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തനുസരിച്ച് തന്നെ ചൂസ് ചെയ്യണമായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾ ഫ്യൂച്ചർ PhD പോസ്റ്റ് ഡോക്ക് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പ് IITയിൽ കയറിയാലും വലിയ വിഷയമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് കയറുന്നതായിരിക്കും ചൂസ് ചെയ്യും. അപ്പൊ അത് രണ്ടും ശ്രദ്ധിക്കുക. അപ്പോ പിന്നെ ഉള്ള ഇന്റർവ്യൂസ് ഞാൻ ആകെപ്പാടെ ഒരെണ്ണം മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് IIT ബാംഗ്ലൂരിന്റെയാണ്. അത് സിവിൽ കോർ സബ്ജക്ട് അല്ല ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ അറ്റൻഡ് ചെയ്തത് വെതറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്ട് തന്നെയാണ്. അപ്പോ മീൻസ് നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ മീൻസ് ഇന്റർവ്യൂവിൽ കൂടുതലും ചോദിച്ചത് നമ്മളൊരു +2 വരെ പഠിച്ച ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ചോദിച്ചത്. അതിൽ കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. +2 വരെ ഫിസിക്സിലും മറ്റേ റേഡിയേഷൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ മറ്റേ എൻവയോൺമെന്റിലൊക്കെ നമ്മൾ പഠിക്കുന്ന കുറച്ച് ഈ എൻവയോൺമെന്റ് ഗ്ലോബൽ വാർമിങ് അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. പിന്നെ IIT ബാംഗ്ലൂരിൽ അവിടുത്തെ പ്രൊഫസർമാരുടെ അപ്രോച്ച് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവർ ടോക്ക് ചെയ്തത്. നമുക്ക് ഓപ്ഷൻസ് തന്നുകൊണ്ട് അത് നമുക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അവര് നമുക്കിങ്ങനെ ഓപ്ഷൻസ് തരും. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇവര് വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോ മീൻസ് അത് നല്ലൊരു അപ്രോച്ചാണ് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന നല്ലൊരു എന്താ പറയുക അപ്രോച്ച് ആയിരുന്നു. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലെവൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കും IIC പോലെ ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. IIC പറയാൻ നേരത്ത് IIC ഒക്കെ നോക്കുന്നത് പക്ക റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IIC. IIT എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടെക്നിക്കൽ സൈഡ് ആയിട്ട് അതായത് ജോബ് ഓറിയന്റഡ് ആയിട്ട് വരുന്നെങ്കിൽ IIC കംപ്ലീറ്റ്ലി റിസർച്ച് ഓറിയന്റഡ് ആണ്. PhD ഒക്കെ പോകുന്നവർക്ക് ഒക്കെ ബെസ്റ്റ് ആയിരിക്കും എന്നാണ് മീൻസ് എന്റെ ഒരു അഭിപ്രായം. അപ്പോ പിന്നെയുള്ള കേസ് എന്ന് പറയാൻ നേരത്ത് IITന്റെ ഞാൻ അങ്ങനെ ആക്ട് ചെയ്തിട്ടില്ല. കാരണം IITയിലൊക്കെ ഇന്റർവ്യൂസ് വരുന്നത് കൂടുതലും ഈ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. അതായത് മെക്ക്, സിവില്, ഇലക്ട്രോണിക്സ് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന കോഴ്സുകളിലായിരിക്കും. അതായത് സെമി കണ്ടക്ടർ അതേപോലെ ഡേറ്റ അനലിസിസ് ഇതിനൊക്കെ ആയിരിക്കും ഇന്റർവ്യൂസ് മെയിൻലി വരുന്നത്. അല്ലാണ്ട് ഈ കോർ സബ്ജക്റ്റിനൊക്കെ ഇന്റർവ്യൂസ് ഭയങ്കര കുറവായിരിക്കും. അവരുടെ ഇന്റർവ്യൂസ് എന്നൊക്കെ പറയാൻ നേരത്തെ എല്ലാം ബേസിക് അവർ ചോദിക്കത്തുള്ളൂ. അല്ലാണ്ട് മീൻസ് കണ്ടമാനം എന്താ പറയുക ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ചോദിക്കുന്നത് ബേസിക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ഇന്റർവ്യൂസിനും ചോദിക്കുന്നത്. പിന്നെ മീൻസ് ഇതിന്ന് MTech അല്ലാണ്ട് PSUs ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും ദീപക്കും അറ്റൻഡ് ചെയ്തേക്കണ ഒരൊറ്റ PSUവിന്റെ ഇന്റർവ്യൂ ഉള്ളൂ. അത് IOCLന്റെ PSU ആണ്. അതിന് ഒരു ഫസ്റ്റ് നമുക്ക് ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറയാൻ നേരത്ത് എല്ലാവർക്കും ടൈം കൊടുത്തുകൊണ്ട് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് സംസാരിക്കുക. ചുമ്മാ ആവശ്യമില്ലാത്ത പോയിന്റ് സംസാരിക്കാണ്ട് വാലിഡ് ആയിട്ട് ഉള്ള പോയിന്റ്സ് മാത്രം സംസാരിച്ച് പോകുന്നതിനാണ് ഈ ഏറ്റവും ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോ ടോപ്പിക് ഒക്കെ നിങ്ങൾക്ക് മോസ്റ്റ്ലി അവർ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഈ ജനറൽ പരമായിട്ടുള്ള ഇപ്പൊ കറന്റ് ജനറൽ സിനോറിയോയില് അത്രയും ഹോട്ടായിട്ട് നിൽക്കുന്ന ടോപ്പിക്കുകളായിരിക്കും അവർ GDയിലൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ എന്താ പറയുക കോർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് കണ്ടുവരുന്നില്ല.
എല്ലാവരും ഉപയോഗിക്കുന്ന അത്യാവശ്യം ജനറലൈസ്ഡ് ടോപ്പിക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്ന നേരത്ത് നമ്മളുടെ പേഴ്സണൽ ഇന്റർവ്യൂവിലാണ് മെയിൻലി എന്താ പറയണേ HR ആയിട്ടൊരു കുറച്ച് അത്യാവശ്യം സെക്ഷൻ പോകും. പിന്നെ ഉള്ളതെന്ന് പറയുന്ന നേരത്ത് നമ്മുടെ കോർ സബ്ജക്റ്റ് എന്നുള്ളത് അതായത് ഇപ്പൊ IOCL-ന്റെ ആണെങ്കിൽ കുറച്ചുകൂടി പെട്രോളിയം സൈഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിവിലും പെട്രോളിയം തമ്മിൽ എങ്ങനെ മിക്സ് ചെയ്യാം, അങ്ങനെ ഒരു നമ്മളുടെ ഒരു എന്താ പറയുക തോട്ട് പ്രോസസ്സ് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. പിന്നെ കുറച്ച് റാൻഡം ആയിട്ടുള്ള എന്താ പറയുക അധികം ഭയങ്കരമായിട്ട് കോർ ലെവൽ ചോദിക്കും. അതായത് ഇപ്പൊ എന്താ പറയുക സ്ട്രക്ചർ ചെയ്യുന്നൊക്കെ എന്താണ് ഇൻസ്ട്രസ് അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പും അങ്ങനെ അതൊക്കെ ഒന്നോ രണ്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. കൂടുതലും നമ്മളുടെ എന്താ പറയുക നമ്മളുടെ തിങ്കിങ് നമ്മുടെ ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് അവർ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഇന്റർവ്യൂ പരമായിട്ട് സംസാരിക്കാൻ നേരത്ത് ഇത്രയൊക്കെയാണുള്ളൂ. പിന്നെ പിന്നെ ഈ പോർട്ടലിൽ നിന്നുള്ള ചൂസിങ് ആണ് പിന്നെയുള്ള ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെറിയൊരു അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഡൗട്ട് ചോദിക്കാം. നമ്മളിപ്പോൾ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടേ, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി, എനിക്ക് പക്ഷെ അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് ആണ് താല്പര്യം എന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റിജക്റ്റ് ആൻഡ് വെയിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ എത്ര തവണ വേണമെങ്കിൽ റിജക്റ്റ് ആൻഡ് വെയിറ്റ് കൊടുക്കാൻ പറ്റില്ലേ? റീറ്റേൺ ആൻഡ് വെയിറ്റിന് മാത്രമല്ലേ നമ്പർ ഉള്ളൂ? റീറ്റേൺ ആൻഡ് വെയിറ്റ് ആണ് ഞാൻ പറഞ്ഞത്. റീറ്റേൺ ആൻഡ് വെയിറ്റ് നമുക്ക് ഒരു റൗണ്ടിൽ നമുക്ക് ഓരെണ്ണത്തിന് എന്തോ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ കൊടുത്ത ഞാൻ ഓപ്ഷന് ബ്രോഷർ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഇത്തവണ നമുക്കിപ്പോൾ ഒരേ ഓപ്ഷൻ തന്നെയാണ്, അതായത് സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെയിം പ്രോഗ്രാം, നമുക്ക് രണ്ട് അലോട്ട്മെന്റിലും കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ നിങ്ങൾ ഒന്നിക്കലും അതിനെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യേണ്ടി വരും. അതാണ് ഒരു ഓപ്ഷന് നമുക്ക് 2 തവണയാണ് റീറ്റേൺ ആൻഡ് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3-ാം തവണ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്ട് ചെയ്യണം. അപ്പൊ 2 റൗണ്ടൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ആദ്യത്തെ 2 റൗണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാം. മീൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യായിട്ടുള്ള ഒന്നും വന്നിട്ടില്ലെങ്കിൽ അത് ഒഴിവാക്കാന്നാണ് ഞാൻ പറയത്തുള്ളൂ. തേർഡ് തൊട്ടൊക്കെ ഒന്ന് ചൂസ് ചെയ്തിട്ട് നിന്നാൽ മതിയായിരുന്നു. ഓക്കെ, ബ്രോഷർ മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ? കാര്യം ഞങ്ങൾക്ക് തൊട്ട് മുന്നത്തെ തവണ ഈ 2 തവണ റീറ്റെയിൻ ആൻഡ് വെയിറ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നായി തോന്നുന്നത്. അപ്പോ ഈ കഴിഞ്ഞ തവണ തൊട്ടാണ് ഈ 2 തവണ റീറ്റെയിൻ ആൻഡ് വെയിറ്റ് എന്നൊരു ഓപ്ഷൻ വന്നതെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പോ ഓരോ തവണയും ബ്രോഷറിൽ മാറ്റം വരും. ബ്രോഷർ വൃത്തിക്ക് ഒന്ന് വായിച്ചു നോക്കുക. കാര്യം മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോ എന്തെങ്കിലും ഓപ്ഷൻ ലിമിറ്റ് ഉണ്ടോ, കൂടുതലായിട്ട് ചെയ്യാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ല. ഇപ്പൊ കൂടുതൽ ചെയ്യാൻ പറ്റും എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ആക്കേണ്ട കാര്യമല്ലോ, അപ്പൊ നമുക്ക് റീറ്റേൺ ആക്കി ഇടാമല്ലോ. അപ്പൊ അതൊന്ന് വൃത്തിക്ക് മനസ്സിലാക്കണം. ഓക്കെ, എല്ലാവരും അപ്പൊ ചെയ്യേണ്ടത് ഇൻഫർമേഷൻ ബ്രോഷർ കൃത്യമായിട്ട് വായിക്കും. നിങ്ങൾ സീനിയേഴ്സിനോട് മാത്രം ചോദിക്കാതെ, ചിലപ്പോൾ ഓരോ തവണയും വ്യത്യാസം വരും ഈ പറഞ്ഞ പോലെ. പിന്നെ ചില IITs ഇപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം ഇന്റർവ്യൂ നടത്തിയില്ല എന്നുള്ളതുകൊണ്ട് ഇത്തവണ ഇന്റർവ്യൂ നടക്കുന്നില്ല എന്ന അർത്ഥമില്ല, ചിലപ്പോൾ അത് മാറാം. അപ്പോൾ ബ്രോഷേഴ്സും അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അതായത് ഓൾറെഡി അവിടെ അഡ്മിഷൻ എടുത്തവരോട് മാത്രം ചോദിച്ച് അത് മാത്രം നോക്കാതെ, ഇപ്പൊ ദീപക് പറഞ്ഞ പോലെ ഓരോ വർഷവും ചിലപ്പോൾ ചേഞ്ച് ചെയ്തേക്കാം. ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ പിന്നീട് ചെക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ബാക്കി സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഓഡിയോ ഓൺ ചെയ്ത് ചോദിച്ചോ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പോകും. എനിക്കാണെങ്കിൽ ഇപ്പം IIT ബോംബെ എന്നൊരു ഇന്റർവ്യൂ കോൾ വന്നിട്ടുണ്ട്. CTM-ലേക്കാ വന്നത്. അപ്പൊ നമ്മൾ അതിനെ എന്തൊക്കെയാ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയാം. ഓക്കെ, ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് ദീപക് ക്വസ്റ്റിനും കൂടി ജസ്റ്റ് ഒന്ന് റിപ്ലൈ കൊടുത്തു. അതിന് ഞാൻ കുറച്ച് നെറ്റിൽ ഇങ്ങനെ ക്വാറയിലും മറ്റുമായിട്ട് നോക്കിയപ്പോൾ കണ്ടത്, പിന്നെ ഒന്ന് സ്വാഭാവികമായിട്ട് എല്ലാ ഇന്റർവ്യൂവിലുള്ള പോലെ നിങ്ങളോട് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് കോറിലേക്ക് കടക്കുന്നതിന് മുന്നേ ജനറൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്വാഭാവിക IITs ആണെങ്കിലും. ചിലപ്പോൾ ആൾക്കാരനുസരിച്ച് മാറുകയൊക്കെ ചെയ്യാം. കൂടുതൽ പേരും കോറയിലൊക്കെ റിപ്ലൈ കൊടുത്തത് കണ്ടത് ഇങ്ങനെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് MTech താല്പര്യം, എന്തുകൊണ്ടാണ് MTech എടുക്കാൻ തീരുമാനിച്ചത്? വേറെ ഇപ്പോൾ സ്റ്റേറ്റ് PSCസിലേക്കോ അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ആയിട്ട് വേറെ നിങ്ങൾ പോവാതെ MTech തന്നെ എടുത്ത് എന്തുകൊണ്ടാണ് എന്നുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബ്രാഞ്ച്, ആ ബ്രാഞ്ച് തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് എടുത്തതാണെന്നുള്ള ഉത്തരം പറയരുതല്ലോ സ്വാഭാവികമായിട്ടും. നിങ്ങൾക്കത് ഇഷ്ടമില്ലാതെ കിട്ടിയതാണെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ എടുത്തതാണെന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് സംസാരിക്കുക. പിന്നെ
നിങ്ങൾക്ക് കിട്ടിയ ബ്രാഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇപ്പൊ ഞാൻ ഒരു സ്റ്റുഡന്റിന്റെ റിപ്ലൈ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ആണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അറ്റ് പ്രസന്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ ഒരു റെലവൻസിനെ കുറിച്ചും മൊത്തത്തിൽ നടക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെയിൻ പ്രൊജക്ട് നിങ്ങളുടെ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിലോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എടുക്കുന്നെങ്കിൽ ഇപ്പൊ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ചിലപ്പോൾ ആ പറഞ്ഞതിന് റിലേറ്റഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ഒരു ടെക്നിക്കൽ ക്വസ്റ്റൻ ഒക്കെ വരിക. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എന്തുകൊണ്ടാണ് എംടെക് എടുക്കാൻ തീരുമാനിച്ചതെന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ആയിരിക്കും. പിന്നെ ഒബ്വിയസ്ലി കോറിലേക്ക് കിടക്കുന്ന സമയത്ത് ഇപ്പൊ ആ സ്റ്റുഡന്റ് ഇപ്പോൾ പെൻമെമിലാണ് കിട്ടിയെന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റിനെ കുറിച്ചും എയറോബിക് അനഎറോബിക് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബ്രാഞ്ചിനെ കുറിച്ച് മാത്രമല്ല അല്ലാതെയും ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ഫാക്കൽറ്റീസിന്റെ സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ NPTEL പാനൽ അങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്നവർ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ സബ്ജക്റ്റിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ട് ചോദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെയും ചോദിക്കാം. ഇപ്പൊ RCC ഒരു സ്റ്റുഡന്റ് പറഞ്ഞത് കണ്ടത് അവന് കിട്ടിയിരുന്നത് വേറെ ഏതോ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു, പക്ഷെ RCCയുടെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഫാക്കൽറ്റി RCC എടുക്കുന്ന ഫാക്കൽറ്റി ആ സ്ട്രക്ചറിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ കോഡൽ പ്രൊവിഷൻസിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ട് നമുക്കിപ്പോൾ സ്ലാബ് ഫുട്ടിങ് കോളം അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു. മിനിമം ഏരിയ ഓഫ് റെയിൻഫോൾ വെച്ചാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോഡൽ പ്രൊവിഷൻസ് ആയിട്ട് പറയാം, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാതെ. അപ്പൊ അങ്ങനെ കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഓരോ IITസും തമ്മിൽ മാറുമായിരിക്കാം. ദീപക്കിനോടും അശ്വിനോടൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അശ്വിൻ ഇപ്പൊ പറഞ്ഞു സിവിൽ ആയിരുന്നില്ല ചെയ്തതെന്ന്, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഫിസിക്സ് +2 പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം തോന്നുന്നു, വെതർ റിലേറ്റഡ് ആയിട്ട് എന്തോ ആയിരുന്നില്ലേ കോഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അതാണ് ജനറൽ ആയിട്ട് കണ്ടത്. എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റും അതായത് നിങ്ങൾക്ക് കിട്ടിയ ബ്രാഞ്ചിന്റെ പോർഷൻസ് കൃത്യമായിട്ട് നോക്കുക, പ്ലസ് ബാക്കി സബ്ജക്റ്റിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ വളരെ കോറായിട്ടല്ലെങ്കിൽ ഔട്ട്ലൈൻ പോലെ എല്ലാം നോക്കി വെക്കുന്നുണ്ടായിരുന്നു നല്ല തന്നെയായിരിക്കും തോന്നുന്നു. പിന്നെ വിജയൻ സാറിന് അല്ലെങ്കിൽ ദീപക്കിനൊക്കെ ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ബാക്കി പറയാം. വിജയൻ സാർ. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാമോ? കാരണം ചാറ്റ് ബോക്സിൽ ഇട്ടേക്കുന്നത് ഡയറക്റ്റ് അക്കാഡമിക് സിവിലിയൻസിലേക്കാണ് പോയേക്കുന്നത്, ഫാക്കൽറ്റിക്ക് അത് വിസിബിൾ അല്ല നിലവിൽ. അപ്പം ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ നല്ലതായിരിക്കും. സാറേ എനിക്കുണ്ടല്ലോ ഗേറ്റിന് 415 സ്കോർ. എനിക്ക് ടോപ്പ് 4 NIT ഉണ്ടല്ലോ, അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ സ്ട്രക്ചറിൽ? CCMTയുടെ സൈറ്റ് നോക്കിയിരുന്നോ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്? നോക്കിയിരുന്ന്, പക്ഷെ അതിനകത്തൊക്കെ ഒരു 450 മുകളിലാണ് കിടക്കുന്നത്. എത്ര സ്കോർ പറഞ്ഞ? 450 ആ ഒരു റേഞ്ചില്ല. അല്ല ആരാ ചോദിച്ചതാരാ? എന്റെയോ 415. 415 ജനറലാ കാറ്റഗറി? അതെ അതെ, ഓക്കെ ജനറലാ. ഓക്കെ ഡോക്ടർ. ഞാൻ മുന്നേ ജസ്റ്റ് കുറച്ച് ഡാറ്റ എഴുതി വെച്ചിരുന്നു. അതിൽ എനിക്ക് അങ്ങനെ സ്ട്രക്ചർ ആ റാങ്കിന് ആ ഒരു സ്കോറിനെ കാണുന്നില്ല. ജനറൽ ആയതുകൊണ്ട് ഒരു 480 വരെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ കിട്ടോ ഇല്ലയോ എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കണ്ട. നമുക്ക് CCMTയിൽ NITസിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണ്ടല്ലോ. എല്ലാ ഇതിലും കൂടി കോമൺ ആയിട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാറ്റിലും അപ്ലൈ ചെയ്ത് വെക്ക്. CCMTയിൽ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അറ്റ് എ ടൈം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് അറ്റ് എ ടൈം നമ്മുടെ രജിസ്ട്രേഷൻ ഫീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര NITസിലേക്ക് വേണമെങ്കിലും എത്ര കോഴ്സിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട. അപ്പൊ കിട്ടോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യേണ്ട ഒരു കേസ് NITസിൽ ഇല്ല. IITയിൽ മാത്രം അങ്ങനെ നോക്കേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും കൊടുത്തു വെക്ക്. ഇപ്പൊ സ്ട്രക്ചർ മാത്രമാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് സ്ട്രക്ചർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാരണം സ്ട്രക്ചേഴ്സിന് അത്യാവശ്യം എല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് സ്ട്രക്ചർ. പ്ലേസ്മെന്റ് ചാൻസസ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ സ്ട്രക്ചർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കുറച്ച് പോകാൻ ഇഷ്ടമുള്ള എല്ലാ NITസിലും
സ്ട്രക്ചർ കൊടുത്തു വെക്കും. ഇതിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. ഹലോ സർ. സാറിപ്പോ വേറൊരു സബ്ജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചറിൽ അതിന് താഴെ ഒരു NIT കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, നിങ്ങളുടെ ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താഴേക്കുള്ളത് ഓട്ടോമാറ്റിക്കലി അവരത് പിന്നെ കൺസിഡർ ചെയ്യില്ല. അതിന് തീർന്നു, പിന്നെ മുകളിലോട്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്തിട്ട് പിന്നെ സ്പോട്ട് റൗണ്ടിനൊക്കെ പോകാം. അത് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ സാർ. താഴേക്കുള്ളത് ഓട്ടോമാറ്റിക്കലി പോയി. സാർ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്തിനും ചാൻസ് ഉണ്ടോ ഈ സ്കോർ വെച്ച്? ഹലോ സർ. ബാക്കിയുള്ള നേരത്തെ ചോദിച്ചൊരു ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റൻ അല്ലേ? ഞാൻ കഴിഞ്ഞ തവണ മറ്റേ ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന് IIT ബോംബെ ഇന്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞേക്കാം. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ നമ്മുടെ അശ്വിൻ പറഞ്ഞ പോലെ IIC ബാംഗ്ലൂർ ആയിരുന്നു. ആക്ച്വലി എനിക്ക് ഇന്റർവ്യൂ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ബിടെക് സമയത്ത് ഒരു പ്ലേസ്മെന്റ് ട്രെയിനിങ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് IIC ബാംഗ്ലൂരിലായിരുന്നു. ഒഫീഷ്യലായിട്ടുള്ള എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ. സോ അതുകൊണ്ട് ഫസ്റ്റ് അങ്ങനെ കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, ഇന്റർവ്യൂ നല്ല പേടിയുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഇന്റർവ്യൂവിലെ ലാംഗ്വേജ് അവർ വലിയൊരു പ്രശ്നമായിട്ട് അങ്ങനെ നോക്കാറില്ല. അവര് നോക്കുന്നത് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോ ഈ ഇന്റർവ്യൂവിൽ കയറുമ്പം എനിക്കുണ്ടായിരുന്ന കോൺഫിഡൻസ്, ഞാൻ ആ റൂമിൽ പറയുന്ന കാര്യം ഞാനും അവിടെ ഇരിക്കുന്ന ആൾക്കാർ അല്ലാണ്ട് പുറത്തൊരാൾ അറിയത്തില്ല എന്നുള്ള കാര്യം പ്രോസസ്സ് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ സബ്ജക്ട് ഇപ്പൊ കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ ഒരു കോൺഫിഡൻസ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് ഈ സബ്ജക്ട് കിട്ടുമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അവിടെ കയറിപ്പോയപ്പോ കുഴപ്പമില്ലാണ്ട് എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിട്ട് കൂടി, അത് ഈസിലായിട്ട് കൂടി കുഴപ്പമില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റി. പിന്നെ ഇങ്ങനൊരു തോട്ട് മനസ്സിലുണ്ടെങ്കിൽ നമുക്കുള്ള ഏറ്റവും ധൈര്യം, നമുക്ക് അറിയാത്ത സാധനങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെയ്യാൻ നോക്കും, എനിക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒരു ചിലവ് പണി കിട്ടും. കാര്യം IIT പ്രത്യേകിച്ച് ഇന്റർവ്യൂസിന് ഒരു ഫിക്സഡ് സ്ട്രക്ചർ ഉണ്ടാവത്തില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നൊരു സ്ട്രക്ചർ ഉണ്ടാവത്തില്ല. നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുന്നോ അതിൽ പിടിച്ച ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമ്മൾ അറിയാത്ത സാധനം വെറുതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ പിടിച്ച് ചോദിച്ചാൽ വീണ്ടും നമ്മൾ ഇങ്ങനെ, ഒന്നാമത് നമുക്ക് ആ സാധനം അറിയത്തില്ല, വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ തന്നെ പിടിച്ച് ചോദിക്കും, മൊത്തത്തിൽ അഫക്ട് ചെയ്യാറുണ്ട്. അപ്പോ IICയിലെ നമ്മൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, ഞങ്ങൾക്ക് ഒന്നാമത് ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയറിക് സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഇത് ഒരു ആദ്യം നമുക്ക് ഇന്റർവ്യൂ കോൾ വരുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഏതൊക്കെ സ്ട്രീമുകാരെ വിളിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അതായത് ചിലതിൽ ആർക്കിടെക്ചർ ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള കുറെ സബ്ജക്റ്റുകാരെ വിളിച്ചിട്ടുണ്ടാവും ഇന്റർവ്യൂവിന്. അങ്ങനെയാണെങ്കിൽ അവർ ഒരിക്കലും സിവിലിൽ നിന്നോ നമ്മുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടെക്നിക്കലിൽ നിന്നോ ചോദിക്കത്തില്ല. കാര്യം എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഉള്ളത് കൊണ്ട് ചോദിക്കത്തില്ല, ചാൻസസ് കുറവാണ്. ചോദിക്കാം, പറയാൻ പറ്റില്ല, പക്ഷെ ചാൻസസ് കുറവാണ്. അപ്പൊ അങ്ങനത്തെ കേസിൽ അവർ ബേസിക്കലി ചോദിക്കുക അവരുടെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ആ കോഴ്സിന്റെ അതിന്റെ സിലബസ് എന്തായാലും അവരുടെ ബ്രോഷറിൽ ഉണ്ടാവും, അത് ജസ്റ്റ് നോക്കിയിട്ട് പോവാ. അപ്പൊ ഈ അറ്റ്മോസ്ഫിയർ സയൻസിൽ എന്നോട് ചോദിച്ച കുറെ ചോദ്യങ്ങൾ, ഞങ്ങൾ കയറി പോകുമ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 പേരെ കണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പ്രൊഫസേഴ്സ്. അശ്വിൻ പറഞ്ഞ പോലെ ഭയങ്കര കൂളാക്കിയിട്ട് അവർ ചോദിക്കത്തുള്ളൂ, ടെൻഷനാക്കി അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല. ആദ്യം കുറച്ചു നേരം ഇരുന്നോണ്ടാ ചോദിച്ചത്, പിന്നെ അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഒരു മാർക്കർ വെച്ചിട്ടുണ്ട്, പിന്നെ എല്ലാം എഴുതി കാണിക്ക്, വരച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചതിൽ 1-2 ചോദ്യങ്ങൾ മറ്റേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാ, അതിനുള്ള അങ്ങനെ ചോദിച്ചു വന്നിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഇൻസിഡന്റ് റേഡിയൻസും ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയൻസിന്റെയും ഇതിലൊക്കെയുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അപ്പൊ ഒന്ന് വരച്ച് കാണിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മറ്റേ ഒരു മാത്സ് ക്വസ്റ്റ്യൻ, IIC ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മാത്സിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാര്യം IICയിൽ ഒട്ടുമിക്ക കോഴ്സസിൽ മാത്സ് കമ്പൽസറി ആണ്. അപ്പൊ മാത്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മാത്സും ഭയങ്കര ടഫൊന്നും ആയിരിക്കത്തില്ല. എന്നോട് ചോദിച്ചത് ഏതൊരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് ഗ്രാഫ് മാത്രമേ വരയ്ക്കോ അങ്ങനെയൊന്നുമില്ല, ആ ഇക്വേഷനോട് എഴുതുക, എന്നിട്ട് XY ഒക്കെ എടുത്ത് 0Y ഒക്കെ കൊടുത്ത് ഓരോ ഇതൊക്കെ എടുത്ത്, അതായത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ അറിയും എന്ന് അവർക്ക് മനസ്സിലായാൽ മതി. അങ്ങനെ വരച്ചത്. ഞാൻ വരച്ചപ്പോ ഞാൻ XY ഒക്കെ എടുത്ത് വാല്യൂ കറക്റ്റ് ആയിരുന്നു, പക്ഷെ വരച്ചപ്പോ തിരിഞ്ഞുപോയി. അപ്പോ അവര് തന്നെ പറയുന്നത് ചെക്ക് ചെയ്തു, എഴുതിയിരിക്കുന്ന പോലെയാണ് വരച്ചിരിക്കുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പൊ മനസ്സിലായി, തിരുത്തരും, ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞ് അവരത് അവിടെ വൈൻഡപ്പ് ചെയ്തു. പിന്നെ ചോദിച്ച കാര്യം ക്ലൈമറ്റും വെതറും തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെ അതായത് അറ്റ്മോസ്ഫിയർ സയൻസിനെ ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം, അതായത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ പോലത്തെ സാധനം, ഇങ്ങനത്തെ ബേസിക് സാധനങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ IIC എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടാണ് അവർ ചോദിച്ചത്. അപ്പൊ അതാണ് IICയുടെ ഇന്റർവ്യൂ. അത് കഴിഞ്ഞ് എനിക്ക് വന്ന ഇന്റർവ്യൂ ആണ് ബോംബെയിൽ
ഈ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ ഇതിന്റെ ഇന്റർവ്യൂ. അതിനു മുന്നേ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ ലെറ്റർ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും താല്പര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ മാർക്ക് കുറവാണെന്ന് കരുതി പോകാണ്ടിരിക്കരുത്. കാര്യം ഈ പല IITസിലും ഇന്റർവ്യൂ മാർക്സ് ഇത്ര പെർസെന്റേജ് ആണെന്നുള്ളത് ഫിക്സഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആ പ്രോസസ്സാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്രത്തോളം ഇംപ്രസ് ആയി കഴിഞ്ഞാൽ അവർ പല രീതിക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം നിങ്ങളവിടെ മിനിമം കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടാണ് ഇന്റർവ്യൂവിന് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് കരുതി പോകാണ്ടിരിക്കരുത്. പിന്നെ പോകുമ്പോഴായിരുന്നാലും ചില IITസിലൊക്കെ നമ്മൾ ആദ്യം പോകുന്ന ഓർഡറിലായിരിക്കും ഇന്റർവ്യൂ. IIT ബോംബെയിൽ ഈ ഇന്റർവ്യൂവിന് ഏകദേശം ഒരു 200-നടുത്ത് പിള്ളേരെങ്ങാണ്ടായിരുന്നു. 150+ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം പോയുള്ള ഗുണം, ആദ്യം നമ്മുടെ ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാര്യം പ്രോസസ്സൊക്കെ ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. നമ്മൾ ഉച്ച കഴിഞ്ഞൊക്കെ, അതായത് രാവിലെ തുടങ്ങുന്ന ഇന്റർവ്യൂ ഒരു ഉച്ച വൈകുന്നേരം, അത് തീരാൻ 7-8 മണി വരെ ആയി. അവസാന സമയത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഒരു സാച്ചുറേഷൻ സോണിലായിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊരു കൺസിഡറേഷൻ കിട്ടത്തില്ല. നമ്മൾ അത്രയും ഇംപ്രസ്ഡ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ പിന്നെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇത് എല്ലാ കേസിലും അങ്ങനെയല്ല. പല കേസിലും അവര് റോൾ നമ്പർ തരികയോ അല്ലെങ്കിൽ നമ്മുടെ റാങ്കിന്റെ ബേസിസിലൊക്കെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ഇന്റർവ്യൂവിന് മാക്സിമം നേരത്തെ തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ IIT ബോംബെയിൽ ചോദിച്ച കാര്യങ്ങള്, അവിടെ നമ്മൾ ഏത് ഇന്റർവ്യൂ പോയാലും നമ്മുടെ ബിടെക്കിന് ചെയ്ത ഫൈനൽ പ്രൊജക്ട് ഇമ്പോർട്ടന്റ്. അവര് അത് എങ്ങനെയെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റോട് കണക്ട് ചെയ്യാൻ ചോദിക്കും. ഇപ്പൊ അതുമായിട്ടൊരു ബന്ധം ഇല്ലെങ്കിൽ ആദ്യം ചോദിക്കും, നിങ്ങൾ ബിടെക്കിന് ചെയ്ത പ്രൊജക്ട് ഇതാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇതിൽ ഈ സബ്ജക്ട് വേണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്റേത് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ അധികം ചോദിച്ചില്ല. പിന്നെ ചോദിച്ചത് കേരളത്തിൽ നിന്നാണല്ലോ, അപ്പൊ ഇവിടെ കോമൺലി വീടൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കല്ല് ഏതാണ്, അതായത് ഒരു വെട്ടുകല്ലാണ് അത് ഉദ്ദേശിച്ചത്. അതായത് കൂടുതൽ ടെക്നിക്കൽ അല്ല, പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ചോദിച്ചത്. പിന്നെ ജസ്റ്റ് ഒരുപാട് ടെക്നിക്കൽ പോയില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ ചോദിച്ചത്. പിന്നെ പ്രധാനപ്പെട്ട ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, അത് പ്രധാനമാണോ അല്ലെന്ന് അറിയത്തില്ല. ഞാൻ ഒരു ഫയലാണ് കൊണ്ടുപോയത്. ഫയലിനകത്ത് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഇവരുടെ മെമ്മോ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ വേറെ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ കയറി പോയപ്പോ തന്നെ അവരെ ഫയലോടെ വാങ്ങിച്ചു. ഞാൻ സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഫയലോടെ വാങ്ങിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന ഒരു പ്രൊഫസറിന്റെ പണി വെറുതെ ചിക്കി ഇതിനകത്ത് നോക്കുക എന്നുള്ളതാണ്. അതിനകത്ത് സിവിലൻസിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ മറ്റേ ചെക്ക് വരെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തു നോക്കിയിട്ട് തിരിച്ച് അതേപോലെ ഒന്നും പറയത്തൊന്നുമില്ല. അത് മാർക്ക് ഇടുവോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആണ്. അപ്പോ കൊണ്ടുവന്ന ഫയലിലേക്ക് ആവശ്യമുള്ള സാധനം മാത്രം വെക്കാവൂ എന്നുള്ളൊരു സാധനം ഉണ്ട്. കാര്യം പറയാൻ പറ്റത്തില്ല, ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇംപ്രഷൻ ഉണ്ടാവില്ല എന്നതല്ല, പക്ഷെ ബെറ്റർ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം വയ്ക്കുക എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് അവിടെ ഉണ്ടായ ഇന്റർവ്യൂ എക്സ്പീരിയൻസ്. എത്ര നേരം പോയി ഇന്റർവ്യൂ? നമ്മുടെ ഉത്തരം പറഞ്ഞതിനനുസരിച്ചാണോ അതോ അവർക്ക് പാനലിലുള്ള എല്ലാവരും കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴാണോ ചോദിച്ചത്? നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി അത്യാവശ്യം അറിവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരധികം നീട്ടത്തില്ല. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നീട്ടത്തില്ല. എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് അപ്പുറത്തേക്ക് ഈ ഇന്റർവ്യൂസ് ഒന്നും പോകാറില്ല. കാര്യം മറ്റേ ക്ലൈമറ്റ് സയൻസിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ കുറവായിരുന്നു. അപ്പൊ അത് കുറച്ചൊരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു IIScയില്. പക്ഷെ ഇതിന് ആൾക്കാർ വളരെ കൂടുതലായിരുന്നു. ആ ഒറ്റ പാനൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് അവർ തീർക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇന്റർവ്യൂ ടൈം അങ്ങനെ ഫിക്സഡ് അല്ല, പക്ഷെ എങ്കിലും എല്ലാവർക്കും ഒരു 5 to 10 മിനിറ്റ് റേഞ്ചിലായിരിക്കും ചോദിക്കുക. ഏറ്റവും ബെറ്റർ, എനിക്ക് ഇവിടെ വേറൊരു പ്രശ്നം തോന്നിയത്, ഇവിടെ എനിക്ക് സബ്ജക്ട് കിട്ടണം എന്നൊരു ഇതുണ്ടായിരുന്നു. IIT ബോംബെയിൽ ഈ സാധനം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക്, ഞാൻ ഉത്തരം പറയുമ്പോൾ ഇങ്ങനെ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ നോക്കി. എനിക്ക് ഭാഗ്യത്തിന് അത് ബാധിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ കോൺഫിഡൻസ് ലെവല് ഇവിടെ കുറവായിരുന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ബെറ്റർ ആ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഇന്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ കിട്ടുമോ ഇല്ലയോ എന്നൊരു തോട്ട് കളഞ്ഞിട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാര്യം നമ്മളവിടെ പറയുന്ന ഈ ഒരു തോട്ട് വെച്ചിട്ട് നമ്മുടെ ഉത്തരത്തിൽ മാറ്റം വരാൻ പോകുന്നില്ലല്ലോ. ആകെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ വെറുതെ ആ തോട്ട് കൊണ്ട് പോകണ്ടല്ലോ. ഞാൻ ഇപ്പൊ പറയുന്നതേ ഉള്ളൂ, ആ സമയത്ത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവും വേറെ കാര്യം. അപ്പൊ കഴിയുമ്പോൾ നമുക്ക് എന്തും പറയാമല്ലോ, അതൊക്കെ പറഞ്ഞേ ഉള്ളൂ. പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു തോട്ട് മൈൻഡിൽ നിന്ന് കളഞ്ഞിട്ട് വരുന്നെങ്കിൽ വരട്ടെ, എനിക്കുള്ളതാണ് കിട്ടും, ആ ഒരു കയറുക, പറയാ, നമ്മുടെ ഒരു ബേസിക് സാധനം മാത്രം കവർ ചെയ്തിട്ട് പോവാ. ആ സബ്ജക്റ്റിനെ പറ്റി ഒരു സിലബസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ. നമ്മുടെ പ്രത്യേകിച്ച് ബിടെക്കിന്റെ പ്രൊജക്ട് അത് ഒരിക്കലും വിടരുത്. അതിനെപ്പറ്റി അവരെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ എടുത്ത ടോപ്പിക്ക് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് ഡീറ്റെയിൽ ആയി ചോദിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. അത് ചിലപ്പോൾ ആ വഴിക്ക് തന്നെ അവസാനിക്കുകയും ചെയ്യും ഇന്റർവ്യൂ. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഞാൻ നോക്കിയപ്പോൾ കണ്ടിരുന്നു, 2 പേരോട് പേഴ്സണലി പറഞ്ഞിരുന്നു. അത് ബിടെക്കിന്റെ പ്രൊജക്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് അതേ സബ്ജക്റ്റ്
സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതേ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ ചിലപ്പോൾ അവർക്ക് അത് അറിയാൻ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. നിങ്ങളുടെ നോളജ് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല, അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ടോപ്പിക് ഒക്കെ ഇതിൽ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനൊരു പാർട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ചെയ്തൊക്കെ ആയിരിക്കാം പറ്റും, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് ക്യൂരിയസ് ആയിട്ട് അറിയണമെന്നുണ്ടാവും. ചിലപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാം. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചോ. ഓൾറെഡി ഇന്ന് അതിന്റെ റെലവൻസ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ചാറ്റില് ക്വസ്റ്റ്യൻ മറ്റേ പേപ്പർ 1ഉം പേപ്പർ 2ഉം മറ്റേ ഗേറ്റ് സ്കോർ കൺസിഡറേഷൻ സെയിം ആണോ എന്ന് വെച്ചിട്ട് എനിക്കൊരു അറിവില് ഞാൻ റിപ്ലൈ അങ്ങനെയല്ല എന്നാണ് അതൊരു അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഗേറ്റ്സ് 1നാണ് പേപ്പർ 1 തന്നെയാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളത്. പേപ്പർ 2 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കും പേപ്പറിൽ വരുന്നത്. അപ്പോ അതായത് ആ ഒരു ബ്രാഞ്ചിന്റെ എത്ര പെർസെന്റേജ് സീറ്റ് എന്തോ ആണ് മാറ്റി വെച്ചിട്ടുള്ളത് പേപ്പറിന്. ഇപ്പൊ എൻവയോൺമെന്റൽ പേപ്പർ എഴുതുന്നവർക്ക് ആ പേപ്പർ വെച്ചിട്ട് IIT കയറാൻ പറ്റും. പക്ഷെ IIT എൻവയോൺമെന്റൽ ബ്രാഞ്ച് ഉള്ള IIT-കളിലെ എത്രയോ പെർസെന്റേജ് സീറ്റ് മാത്രമാണ് ആ പേപ്പറായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോ അതാണ് ഒരു പ്രശ്നമുള്ളൂ. കാരണം ഇപ്പൊ 100 സീറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് 20% ആയിരിക്കും ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ 20 പേർക്ക് അവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. അപ്പൊ അത് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. വെയിറ്റേജ് സെയിം ആണെന്ന് വെച്ചാൽ വെയിറ്റേജ് സെയിം അല്ല. എപ്പോഴും പ്രിഫറൻസ് കൂടുതൽ പേപ്പർ 1 തന്നെയാണ്. പിന്നെ PSUs കൺസിഡർ ചെയ്യുമ്പോഴും പേപ്പർ 1 നിന്നാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ അറിഞ്ഞനുസരിച്ച് ചില പേപ്പർ 2ന് ഡയറക്റ്റ് PSUs വിളിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ജിയോളജി അങ്ങനെ ഏതൊക്കെയോ 2-3 പേപ്പറിൽ നിന്നൊക്കെ ഡയറക്റ്റ് വിളിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. മീൻസ് ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോ എല്ലാ ബ്രാഞ്ചസിൽ നിന്നും വരുമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ കേസ് പറഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇച്ചിരി എന്താ പറയുക കുറച്ച് റിസ്കി പരിപാടിയാണത്. ഞാനത് ട്രൈ ചെയ്ത സാധനമാണ്. അതായത് ദീപക്കിനെ എന്നെക്കാളും മുമ്പത്തെ ദിവസമായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ ഇവൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തു. അപ്പൊ ഇപ്പൊ അവന്റെ അടുത്ത് അതേ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് എന്റെ അടുത്ത് ചോദിച്ചത്. ഞാനത് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ എന്താണോ അവിടെ തെറ്റായിട്ട് പറഞ്ഞത് അത് തന്നെ ഞാൻ ഫോളോ ചെയ്തു. അപ്പൊ എന്റെ അടുത്ത് അത് അവനോട് ചോദിച്ച അതേ പാറ്റേൺ തന്നെ ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി അവിടെ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ അഡ്വാൻറ്റേജ് ആണ്. കാരണം അവന്റെ അടുത്ത് എന്താണോ തെറ്റ് ചോദിച്ചത് അത് തന്നെ എന്റെ അടുത്ത് ചോദിക്കും. അതായത് വെതറും ക്ലൈമറ്റും നമ്മുടെ ഡിഫറൻസ് അവന്റെ അടുത്ത് ചോദിച്ചു. ഞാനത് അതേപോലെ ടെമ്പറേച്ചറിന്റെ വ്യത്യാസമാണെന്ന് പറഞ്ഞു. അപ്പൊ ടെമ്പറേച്ചർ എന്താന്ന് ചോദിച്ചു, ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. അപ്പൊ അവൻ പറയാത്ത ഉത്തരം ഞാൻ പഠിച്ചിട്ട് പോയിട്ട് ആ സെയിം സാധനം തന്നെ ഞാൻ റിപ്ലിക്കേറ്റ് ചെയ്തതാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ റിസ്കി ഇതാണ്. അവര് ആ പാറ്റേൺ പിടിച്ചില്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ്. പിന്നെ എന്ത് ചോദ്യം വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഉള്ളത് ലൂപ്പ് ഹോൾ ഇടാന്നുള്ളത്. നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്ന ഡൊമൈനിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത പോലെ ഒന്ന് മീൻസ് പറയുമ്പോഴൊക്കെ എന്തെങ്കിലും ഈ ഡെഫിനേഷൻ ഒക്കെ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്ന ഡൊമൈനിൽ അറിയാത്ത പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ അവർ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇതൊക്കെ ചെറിയ ചെറിയ എന്താ പറയുക ട്രിക്സ് ആണ്. നല്ലത് പറയുമ്പോൾ അങ്ങനത്തെ കുറെ ടെക്നിക്കൽ വേർഡ്സ് ഇട്ടുകൊടുത്താൽ മതി. അപ്പൊ അവരെ ചോദിക്കും അത് എന്താ സാധനം എന്നൊക്കെ ചോദിക്കും. ലൂപ്പ് ഹോൾസിനേക്കാൾ ഏറ്റവും ടെക്നിക്കൽ വേർഡ്സ് ആഡ് ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പൊ പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. IIT-ന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടാണ്, അത്യാവശ്യം 10 റൗണ്ട് കഴിഞ്ഞിട്ട് തന്നെയാണ് മറ്റേ NIT-ന്റെ പ്രൊസീജിയർ തുടങ്ങുന്നത്. മീൻസ് അപ്പൊ IIT മീൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ CMC അത് NIT നോക്കിയില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല. മീൻസ് NIT പിന്നെ പോണം എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നത് ജോബ് കൂടുതലും വരുന്നത് NIT-ലാന്ന് തോന്നുന്നു. ജോബ് ഓറിയന്റഡ് ആയിട്ട് കുറെ കമ്പനീസ് വരുന്നത് NIT ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം IIT-കളിൽ വരാൻ നേരത്ത് ഇവരൊരു ഈ സർട്ടൻ കട്ടിങ് വെക്കും. അതായത് ഓപ്പണിങ്ങിൽ ഇത്ര LPA കുറവുള്ളവരൊന്നും IIT-ക്കാർ വിളിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഉള്ളത് NIT-ൽ ആ ഒരു സീനില്ല. NIT-ല് ഭയങ്കര ലോ പാക്കേജ് ഹൈ പാക്കേജ് വരും. അപ്പൊ ജോലി എന്തെങ്കിലും ഒരു ജോലി മതി എന്നുള്ളതൊക്കെ ആണെങ്കിൽ NIT കിട്ടുന്നവർക്ക് മീൻസ് വലിയ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട്. ഫിഫ്ത്ത് റൗണ്ടിൽ റീറ്റേൺ ഉണ്ടോയിരുന്നോ എന്ന് ചോദിച്ചത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങള് ആ ബ്രോഷർ തന്നെ വായിച്ച് ചെക്ക് ചെയ്യണം. കാര്യം ഇത് ഓരോ തവണ മാറി മാറി വരുന്ന സാധനങ്ങളാണ്. മാറി മാറി വരും.
എനിക്ക് അതുകൊണ്ട് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് കേട്ടാൽ പോലും നിങ്ങൾ ചെക്ക് ചെയ്യുക. കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ എന്താ സംഭവിക്കുന്ന കാര്യം ഒന്നും അറിയത്തില്ല. അപ്പൊ അത് ഈ IIT 10 റൗണ്ട് കഴിഞ്ഞിട്ടാണോ മറ്റത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും പറയാൻ പറ്റത്തില്ല. അത് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ആവണമെന്ന്. സാധാരണ അങ്ങനെ വരാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്തവണ നേരത്തെ തുടങ്ങിക്കൂടായില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളത് ബ്രോഷറും ബാക്കി അതിനകത്ത് എന്തായാലും ഡേറ്റ്സ് ഒക്കെ അവരുടെ അഡ്മിഷൻ ബ്രോഷറിൽ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റ്സ് ഒക്കെ വൃത്തിക്ക് മനസ്സിലാക്കിയാൽ മതി. ഡേറ്റ്സ് എന്തായാലും വൃത്തിക്ക് നോക്കി വെക്കുക. കാര്യം ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് അപ്പീലോ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ല. എക്സ്ട്രാ ഫൈൻ അടിച്ചിട്ട് കൂടുതൽ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. അപ്പോൾ ഡേറ്റ് ഒക്കെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. 9th റൗണ്ട് വരെ പോകുന്നത് റിസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ഫൈനലി ഡിസിഷൻ എടുക്കേണ്ട നിങ്ങളാണ്. കാര്യം ഞാൻ പറഞ്ഞതുപോലെ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നത് വരെ റിസ്ക് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് വേണം എന്നുള്ളൊരു ബാക്കപ്പ് പ്ലാൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. അല്ലാണ്ട് റിസ്ക് എടുത്ത അവസാനം ഒന്നും കിട്ടിയില്ല അങ്ങനെ പറഞ്ഞ ഒരു ബ്ലാങ്ക്നെസ് ഉണ്ടാവരുത്. എനിക്ക് കൃത്യമായിട്ട് അതില്ലെങ്കിൽ ഞാൻ PSC അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഞാൻ നോക്കും എന്നുള്ള രീതിക്ക് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തത്. കൃത്യമായി എനിക്ക് ബാക്കപ്പ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഇത് നോക്കണം എന്നുള്ള രീതിക്ക്. അതുകൊണ്ട് ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കുന്നത് നല്ലതാണോ അല്ലെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് MTech ഇപ്പൊ കിട്ടിയിരിക്കുന്ന സബ്ജക്ട് ഒരുവിധം ഓക്കെ ആണ്, ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഇനി വരുന്നതാണ്, അടുത്തിനി കിട്ടാൻ പോകുന്നത് അത്രയും നല്ലതാണ്, അപ്പൊ അത് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ഈവൻ വേസ്റ്റ് കേസ് സിനാരിയും കൂടെ എല്ലാത്തിലും ചിന്തിക്കുന്നത് നല്ലതാണ്. അതായത് വേസ്റ്റ് കേസിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓപ്ഷനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റിസ്ക് എടുക്കാം. പിന്നെ ഉള്ളതെന്ന് പറയുന്ന നേരത്ത് മറ്റേ ഓപ്പണിംഗ് ക്ലോസിംഗ് റാങ്ക് പേപ്പർ 1 തന്നെയാണെന്നാണ്. മിക്ക എല്ലാ സൈറ്റിലും തന്നെ അത് തന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടില്ല എൻവയോൺമെന്റലിന്റെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. മിക്കതും തന്നെ എല്ലാവരും ഞാൻ പറയില്ല, എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പേപ്പർ 1 പേപ്പർ 2 എടുക്കാറുണ്ട്. പക്ഷെ എന്തോരം പേര് എടുക്കും അതിനെപ്പറ്റി കറക്റ്റ് ഒരു ഡീറ്റെയിൽ ഇല്ല. പക്ഷെ ഭയങ്കര കുറവാണ് എടുക്കുന്നത്. പിന്നെ ഓഫ് ഷോറിനെ പറ്റി ചോദിച്ചൊരു ചോദ്യം, മറ്റേ ഓഫ് ഷോർ എഞ്ചിനീയറിംഗിൽ ക്യാമ്പസ് പ്ലേസ്ഡ് ആയില്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് ചാൻസസ് ഉണ്ടോ എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് അറിയത്തില്ല. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നതിൽ കുറെ ആൾക്കാരുണ്ട് ഓഫ് ഷോർ സക്സസ്. അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ നമ്പർ തരാം, നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഫീമെയിൽസിന് റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കമ്പനിയിലും ഒരിക്കലും ഇല്ല. കാര്യം എന്റെ സീനിയറായിട്ട് പഠിച്ച കുറെ ആൾക്കാർ NIT സുറത്തിൽ ഒന്നിച്ച് ഒരു 4-5 പേര് ഒന്നിച്ച് ഓഫ് ഷോർ ചെയ്തു. അവർ ഒന്നിച്ച് തന്നെ ഒരു കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഗേൾസും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കമ്പനിക്കും ആ റെസ്ട്രിക്ഷൻ ഇല്ല. കമ്പനികളുണ്ട്. ഇനി റെസ്ട്രിക്ഷൻ ഉള്ള കമ്പനി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് എടുത്ത ആൾക്കാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയുള്ളവര് അഞ്ചു മിസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഓഫർ എടുത്ത ഒരു 3-4 ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് വാങ്ങിച്ചിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവൻ എനിക്ക് തോന്നുന്നു ഈ 10th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടാണോ ചോദിച്ചത്. ഒരുപക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ മാത്രം NITസിൽ അപ്ലൈ ചെയ്താൽ മതിയോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ആവണമെന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ. അത് ഞാൻ അഡ്മിഷൻ എടുത്ത സമയത്ത് ഞാൻ 2016 ഗേറ്റ് എഴുതിയത്. ആ വർഷം ഞങ്ങൾ ഓൾറെഡി NITയിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് എൻ്റെ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് IIT മദ്രാസിൽ ഫൈനൽ റൗണ്ടിന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോ വർഷവും ചിലപ്പോൾ ഡേറ്റ് ഒക്കെ മാറി മറിഞ്ഞു വരാം. അത് ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസമായി. 2-3 ദിവസം ആയപ്പോഴാണ് ഫൈനൽ റൗണ്ടിൽ സ്പോട്ട് ആയിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓൾമോസ്റ്റ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. എന്നിട്ട് വിഡ്രോ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ ഓൾറെഡി പക്ഷേ NIT ലിസ്റ്റിൽ ഫസ്റ്റ് സെമ്മിന്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. നമുക്ക് NIT സീറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം അടക്കുന്ന ആ ഒരു എമൗണ്ട് എന്നുള്ളത് പിന്നെ അത് നമ്മുടെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു അതിനേക്കാളൊക്കെ എത്രയോ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടുന്ന സമയത്ത് ഓൺലി ഫീസ് അടച്ചാലും അടച്ചില്ലെങ്കിൽ അത് വിട്ട് കളയാം. അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് തന്നെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റ് കൃത്യമായിട്ട് നോക്കണം. ഓരോ വർഷവും മാറാം. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആവുന്നത് വരെ കോൺസ്റ്റന്റ് ആയിട്ട് വെബ്സൈറ്റുകളും എന്താ പറയണ്ടേ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഗേറ്റിന് പഠിച്ചതുപോലെ തന്നെ ഇതിനൊരു ശ്രദ്ധ കൊടുക്കണം. കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര റാങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അഡ്മിഷൻ കിട്ടണമെന്നില്ല. നിങ്ങളുടെ കൂടെ കുറഞ്ഞ റാങ്ക് ഉള്ളവരും ചിലപ്പോൾ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. കാര്യം അവർ അത്രത്തോളം ആ സ്കോപ്പ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കോളേജ് കിട്ടത്തുള്ളൂ.
അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തുക. അല്ലാണ്ട് ഇപ്പോ ഞാൻ 2 തവണ ഗേറ്റ് ക്ലിയർ ആക്കിയായിരുന്നു. അതിന് മുന്നത്തെ തവണ ഗേറ്റ് ക്ലിയർ ആക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് IELTS ചെയ്യത്തുള്ളൂ. അപ്പോൾ IELTS അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്റെ മൈൻഡില് റിസൾട്ട് വന്ന് എങ്ങനെയായാലും ഒരു 2 ആഴ്ച കഴിഞ്ഞാലല്ലേ ഇതിന്റെ ഡേറ്റ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 2 ആഴ്ചത്തേക്ക് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനിടയിൽ തന്നെ IIT ഡൽഹി ഉൾപ്പെടെയുള്ള കുറെ IITസിന്റെ ഒരു മറ്റേ അഡ്മിഷൻ പോർട്ടൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറെ മറ്റേ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാനുണ്ടാവും. അപ്പൊ ലാസ്റ്റ് മൊമെന്റ് അതൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക, നിങ്ങളുടെ പോർട്ടൽ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ അല്ല ഇന്റർവ്യൂ കോൾ ലെറ്റേഴ്സോ ചിലതിന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, അതൊക്കെ വന്ന് കിടപ്പുണ്ടാവും. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി പറ്റുന്നതൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ റാങ്ക് കിട്ടി എല്ലാം വളരെ നല്ല കാര്യം. അപ്പോൾ അത് ഒരു നല്ലൊരു കോളേജ് അഡ്മിഷനാക്കി മാറ്റണമെങ്കിൽ കുറച്ചുകൂടെ ഒരു എഫർട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് കിട്ടണമെന്നില്ല. ഈ സീറ്റ് നമുക്ക് അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം. അങ്ങനെ അവര് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എണ്ണി നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് മീൻസ് എത്ര പേര് ഒരേ റൗണ്ടിൽ എത്ര പേര് എടുക്കുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെയുള്ള കേസ് ഈ ഒരു ക്ലോസ് ചെയ്തെന്ന് പറയണമെങ്കിൽ അതായത് ഏതെങ്കിലും റൗണ്ട് തൊട്ട് ഇന്ന ബ്രാഞ്ചിട്ട് അവർ വിളിക്കുന്നില്ലെങ്കിൽ അത് ക്ലോസ് ആയെന്ന് അർത്ഥം. പിന്നെ അതിട്ട് പിന്നെ നമ്മൾ അധികം പ്രതീക്ഷ വെച്ചോണ്ടിരിക്കണ്ട. അപ്പോ മീൻസ് അങ്ങനെ ഡയറക്റ്റ് കണക്ക് എപ്പോഴും പുറത്തു വിടുന്നില്ല എന്നാണ് എന്റെ ഒരു തോന്നല്. നമ്മള് ജസ്റ്റ് ഇപ്പൊ എല്ലാ തവണ ഇങ്ങനെ എത്ര പേര് എടുത്തു എന്നൊക്കെ മറ്റേ രജിസ്റ്റർ നമ്പർ വരും. അപ്പോ സ്ട്രക്ചറിൽ ഇത്ര പേരെ വന്നിട്ട് 15 പേരായിട്ട് ഇങ്ങനെ വിളിക്കുന്ന നമ്പർ ഉണ്ടാവും. അപ്പൊ ആ നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ഒരു എന്താ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്പറായിട്ട് വിടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില നോർത്ത് ഇന്ത്യൻ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കുൽദീപ് സിംഗ് റാത്തോർ എന്ന് പറഞ്ഞ ഒരു പുള്ളി, അതായത് ബിസിനസ് വാല എന്ന് തോന്നുന്നു, ആ യൂട്യൂബ് ചാനലില് ഈ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഞാൻ എക്സാമ്പിൾ പറയാം. പുള്ളിക്ക് ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പൊ അതിൽ അത്യാവശ്യം സ്റ്റുഡൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ ഓരോ തവണ അലോട്ട്മെന്റ് വരുമ്പോഴും അവര് ഗൂഗിൾ ഫോം ഒക്കെ ഇറക്കാറുണ്ട്. അതായത് ലാസ്റ്റ് എത്ര റാങ്ക് വരെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ IIT ഡൽഹിയിൽ ഇന്ന സബ്ജക്റ്റിന് ലാസ്റ്റ് റാങ്ക് ഏതുവരെ പോയിട്ടുണ്ട്. അപ്പൊ അതിന് ആ ഗ്രൂപ്പിൽ തന്നെ പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, ഇന്ന റാങ്ക് വരെ വന്നയാൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് റാങ്ക് വരെ ആ സബ്ജക്ട് ഇന്ന കോളേജിൽ പോയിട്ടുണ്ട് എന്നുള്ള അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ടെലിഗ്രാം ചാനലിൽ കയറി നോക്കാം. അത് അത്ര വലിയ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ മെസ്സേജ് അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ അത്രയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. പിന്നെ മറ്റേ ഓഫ് ഷോറിനെ പറ്റി ചോദിച്ചാൽ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഓഫ് ഷോർ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കോഴ്സാണ്. അപ്പൊ ഭയങ്കരമായിട്ട് ജോലി ഓറിയന്റഡ് ആയിട്ട് നോക്കുന്നവര്, അതായത് വേറെ ഇന്ന കോർ സബ്ജക്റ്റ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അങ്ങോട്ട് പോകണ്ട, എന്തെങ്കിലും ഒരു ജോലി മതി എന്നൊക്കെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഓഫ് ഷോർ മീൻസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. IIT മദ്രാസിൽ ഉള്ള ഓഫ് ഷോർ. അപ്പൊ അതിൽ അത്യാവശ്യം മീൻസ് അത് ഈ മിക്സഡ് ആയതുകൊണ്ട് ഈ ഇന്റഗ്രേറ്റഡ് എന്നല്ല എന്താ പറയുക, ഈ മൾട്ടി കോർഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നത് കൊണ്ട് മീൻസ് റാങ്കിങ് വലിയ പ്രശ്നമില്ല. അത്യാവശ്യം ഒരു 2000 റാങ്ക് വരെയുള്ളവരൊക്കെ പോകുന്നുണ്ട് അതിനായിട്ട്. അപ്പോ അത്യാവശ്യം കുറച്ച് ലോ റാങ്ക് ഉള്ളവർക്കും IIT മദ്രാസിൽ ഈ ഇതെടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മദ്രാസിലെ ഓഫ് ഷോറിലാണ് ഏറ്റവും ആദ്യം ഓഫ് ഷോർ കമ്പനീസ് ഒക്കെ വരുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വരുന്നത് എനിക്ക് അങ്ങനെ കാലിക്കട്ടാന്ന് തോന്നുന്നു MIT. അപ്പോ മീൻസ് ഓഫ് ഷോർ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ്. അപ്പോ മീൻസ് ഇനിയും ഇപ്പൊ അപ്ലൈ ചെയ്യാനുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് 2-ാം തീയതി വരെ എന്തോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് IIT മദ്രാസിന്റെ. അപ്പൊ അതൊന്നും നോക്കുന്ന നല്ലതായിരിക്കും. പിന്നെ IIT മദ്രാസിൽ കണ്ടിട്ടുള്ള വേറൊരു ട്രെൻഡാണ്, അവിടെ 2 ടൈപ്പ് കോഴ്സ്, അതായത് ഒരു കോഴ്സിൽ തന്നെ HTTA കോഴ്സും നോൺ HTTA കോഴ്സും. അതായത് HTTA എന്ന് പറഞ്ഞാൽ ഹാഫ് ടൈം ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ്. അതായത് അതിനാണ് നമുക്ക് ഈ സ്കോളർഷിപ്പ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്നത്. അപ്പോ ചില ഗേറ്റ് സ്കോർ കുറച്ച് കുറഞ്ഞ ആൾക്കാർക്ക് അതിൽ NHTTA എന്ന് പറഞ്ഞിട്ട് ആ കോഴ്സ് കിട്ടാറുണ്ട്. അതിനർത്ഥം നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മില് നിങ്ങൾക്ക് ടീച്ചിങ് അസിസ്റ്റൻഷിപ്പിന്റെ സ്കോളർഷിപ്പ് കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മില് ഫസ്റ്റ് സെമ്മിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സെമ്മിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് CGPA 7 8 മേലെ എങ്ങാണ്ട് വേണമെന്ന് തോന്നുന്നു. അതിന് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ HTTA കോഴ്സിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് റാങ്ക് കുറവുള്ളവർക്കും ഈ ഒരു കോഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. HTTA ആക്ച്വലി കോഴ്സ് സ്ട്രക്ചറിലോ വേറെ ക്ലാസ്സിലോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഒരേ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. പകരം നിങ്ങൾക്ക്
ടീച്ചിങ് അസിസ്റ്റൻഷിപ്പിന്റെ ഡ്യൂട്ടീസ് ഉണ്ടാവത്തില്ല. അത് ഫസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് വെച്ചിട്ടായിരിക്കും അസൈൻ ചെയ്ത് കിട്ടുക. അതായത് CGPA മിനിമം ഉണ്ടെങ്കിൽ അതായിരിക്കും അസൈൻ ചെയ്ത് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിലെ സ്കോളർഷിപ്പ് പോയാലും കുഴപ്പമില്ല, പിന്നീട് കൺവേർട്ട് ചെയ്തെടുക്കാം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. അത് പൂർണ്ണമായി നിങ്ങളുടെ തീരുമാനമാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോഴ്സും കൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് സെപ്പറേറ്റ് ഒരു കോഴ്സ് പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാര്യം ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ HDTA ആദ്യം അപ്ലൈ ചെയ്യുക, അടുത്ത് NHDTA, അത് അടുത്ത ഓപ്ഷനായിട്ട് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് സമയം കഴിഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ശ്രദ്ധിച്ചാൽ മതി. ഒരു സെക്കൻഡ്, നമുക്കിപ്പോ സ്കോറ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിക്ക് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ നമ്മുടെ CCMT ജസ്റ്റ് ഒന്ന് CCMT ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഗൂഗിളിൽ അടിച്ചു നോക്കുക. നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓരോ കോഴ്സും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് ചോദിക്കാൻ നോക്കിയപ്പോൾ മുഴുവൻ ഡാറ്റ എടുത്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോ നേരത്തെ പറഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ ജസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. NIDസിലേക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് CCMT ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്കതിന് സൈറ്റ് കിട്ടും, നമുക്ക് സോർട്ട് ചെയ്തിട്ട് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ അങ്ങനെ റാൻഡം ആയിട്ട് ചോദിക്കാൻ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ ഈ സ്കോർ വെച്ചിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് വലിയ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അങ്ങനെ കറക്റ്റ് പ്രഡിക്ഷൻ ഒന്നും ആയിരിക്കത്തില്ല. കാരണം ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ നോക്കാൻ നേരം IISc ബാംഗ്ലൂരിൽ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ സീറ്റിന്റെ എണ്ണം കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ. അപ്പൊ സിവിലിൽ തന്നെ ഒരു വർഷം കുറെ സീറ്റ് ഉണ്ടെങ്കിൽ അടുത്ത വർഷം അവന്മാര് സീറ്റിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കുറയ്ക്കും. അപ്പൊ ഞങ്ങൾക്കൊക്കെ പറ്റിയത് അതായിരുന്നു. ഞങ്ങളുടെ മുമ്പിലത്തെ ബാച്ച്, ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങിയവർക്ക് സീറ്റിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് അത്യാവശ്യം 2000 റാങ്ക് ഉള്ളവർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കേസ് വന്നപ്പോ സീറ്റിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് മിസ്സായി. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു റേഞ്ച് കൂടാൻ നേരത്ത് അത്ര ആൾക്കാർ IISc കയറാൻ നേരത്ത് IIT ഇട്ട് റാങ്ക് കുറഞ്ഞ അടുത്ത ആൾക്കാർ IIT ഇട്ട് കയറും. പിന്നെ അതിലും അപ്പൊ NITയിൽ ഇപ്പൊ ടോപ്പ് വന്നവരൊക്കെ IIT വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ NITയിൽ വീണ്ടും ലോവർ റാങ്കിലുള്ള ആൾക്കാർ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇങ്ങനെ എടുക്കുന്ന ഏതെങ്കിലും IITയിലും NITയിലൊക്കെ ആൾക്കാർ എടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരെ ഡ്രോപ്പ് ചെയ്യുന്നതനുസരിച്ചൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. ഇപ്പൊ PSU ആൾക്കാരെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ഉണ്ടായിരിക്കും. കാരണം IITയിലൊക്കെ MTechന് പോകുന്നവരുടെ എണ്ണം കുറയും, PSUs കൂടുതൽ എടുക്കാൻ വരുന്നത്. അപ്പോൾ അത് NITയിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അത് ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കും. എനിക്ക് ചെയ്യാവുന്നത് അത് ഫോളോ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട പഠിക്കേണ്ട കാര്യത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് നോക്കുക. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻസ് ഉള്ളവർ അതിന്റെ സർട്ടിഫിക്കറ്റ് അവർ അതാത് സൈറ്റിൽ പറയുന്ന ഫോർമാറ്റിൽ തന്നെ എടുത്തു വെക്കണം. നിങ്ങൾ ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് പോയാൽ പോരാ. അത് പ്രൂഫ് അല്ലേ എന്ന് വെച്ചാൽ അതെ, പക്ഷെ അവർക്ക് വേണ്ടത് പ്രൂഫ് അതായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഫോർമാറ്റുകളൊക്കെ കൃത്യമായിട്ട് നോക്കണം. ആ ഫോർമാറ്റിൽ തന്നെ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇന്ന ഡേറ്റിനുള്ളിലുള്ളത്, അങ്ങനെ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എൻ്റെ സമയത്തൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കൂടെ അവിടെ റിപ്പോർട്ടിങ്ങിന് വന്ന സമയത്താണ് ഒരു സ്റ്റുഡന്റിനോട് അവർ ഇത് പോരാന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. അതിന് ശേഷം അതെന്തായെന്ന് അറിയില്ല. എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടേബിളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് CCMTയുടെ ഒക്കെ സൈറ്റിൽ തന്നെ ഒരു OBC സർട്ടിഫിക്കറ്റിന് ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ വാങ്ങി തഹസിൽദാരുടെ അടുത്ത് അങ്ങനെ അതിനൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ തന്നെ എടുത്തു വെക്കണം എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു പ്രൂഫ് ഒന്നും പോരാ, ഒരു പറയുന്ന രീതിയിൽ തന്നെ ഫോർമാറ്റിൽ തന്നെ എടുത്തു വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ റിപ്പോർട്ടിംഗ് സമയത്തിന് മുന്നെങ്കിലും കൃത്യമായിട്ട് നോക്കി ചെയ്യുക. അതിനൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഇത് നോൺ ക്രിമിനൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണ ഞങ്ങളോട് പറഞ്ഞായിരുന്നു March 31 ആണ് നോർമലി ഇവർ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇയർ എൻഡ്. അപ്പൊ നമ്മൾ വിചാരിക്കും 1 year വാലിഡിറ്റി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ ജൂലൈയിൽ എടുത്തത് ഇപ്പോഴും യൂസ് ചെയ്യാന്നുള്ളത് വിചാരിക്കും. പക്ഷെ അവർ പറയുന്നത് March 31 ആവുമ്പോൾ നിങ്ങൾ March 20 എടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും അതിന്റെ വാലിഡിറ്റി കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് April തൊട്ടെടുത്ത സർട്ടിഫിക്കറ്റ് ആണ് നോർമലി അവർ ആ ഇയറിലെ ഇതായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ചില IIT ചിലപ്പോൾ അത് എന്തെങ്കിലും ഇളവ് തന്നാലായി. പക്ഷെ നോർമലി അവർ പറയുന്നത് March 31 ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുള്ള നോൺ ക്രിമിനൽ ആ ഒരു കേസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടാ, ഞങ്ങൾ രണ്ടാൾക്കും IIScന്ന് ഒരു ഇന്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു. ഒരു എൻവയോൺമെന്റൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടൊരു സബ്ജക്റ്റില്. അപ്പൊ അതിനായിരുന്നു ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയത്. ഞങ്ങൾക്ക് വിനായകൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അശ്വിൻ ഉണ്ടായിരുന്നു, പിന്നെ ഗോകുലിനുണ്ടായിരുന്നു. പക്ഷെ ഗോകുൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആക്ച്വലി ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആയിരുന്നു. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാർക്ക് അത് അപ്ലൈ ആയിരുന്നു.
അങ്ങനത്തെ ഒരു ഇതായിരുന്നു, ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന IIT ഡൽഹിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല, IIT റൂർക്കിക്കും ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോ എല്ലാ IITസിനും ഇന്റർവ്യൂ ഉണ്ടാവണം എന്നില്ല, പക്ഷെ മിക്കവാറും IITസിനൊക്കെ ഒരു ഇന്റർവ്യൂ വെക്കാറുണ്ട്. ഞാൻ അഞ്ജു ആണേ. അഞ്ച്. ഓക്കെ. അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ തവണ കണ്ടൊരു പിന്നീട് അതായത് അലോട്ട്മെന്റ് പ്രോസസ്സിനൊക്കെ ശേഷം കുറച്ച് കുട്ടികൾ വന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ IITസിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ലാസ്റ്റ് വരെ ക്ഷമയില്ലാണ്ട് ഒരു NITസിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നവര് പിന്നെ ലാസ്റ്റ് സ്പോട്ടിലൊക്കെ കിട്ടി IITസിൽ അഡ്മിഷൻ വേറെ കുറച്ച് പേർക്ക് കിട്ടിയപ്പോൾ അതിൽ റിഗ്രറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ ഒരു ഓപ്ഷനും കൂടെ നോക്കണം എന്ന് ഞാൻ പറയാം. എന്ന് വെച്ചാൽ IIT തന്നെ നോക്കണം എന്നുള്ളവര്, അതായത് പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആണെങ്കിൽ മേ ബി IIT തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പൊ സ്റ്റുഡൻസിനോട് പറയുകയാണെങ്കിൽ ഇപ്പോ ജോലി തന്നെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ടോപ്പ് ടയർ IITയിൽ അല്ലാതെ കുറച്ച് ബോട്ടത്തിലോട്ടുള്ള IITയും എന്നാൽ ടോപ്പ് NITs കിട്ടാനുള്ള ചാൻസും ഉണ്ടെങ്കിൽ NITs ചൂസ് ചെയ്യുക. അവിടെ നല്ല പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് എവിടെ പഠിക്കണം എന്നുള്ളത്. പിന്നെ ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ഡൗട്ട് ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ദീപക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിലോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന കോഴ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മൾ അതിന്റെ നമ്പർ തരാം കേട്ടോ. അപ്പൊ അതുകൂടെ ഞാൻ ഒന്ന് ആഡപ്പ് ചെയ്യാണ് ഈ ഒരു സമയത്ത്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്പോർട്ടേഷൻ ഒരുപാട് ഡിസൈനിനും പ്ലാനിങ്ങിനും ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇപ്പോ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരുപാട് വർക്ക് വരുന്നില്ലേ, NHAയുടെ ഒക്കെ ഒരുപാട് വർക്ക് നടക്കുന്നത്. എന്തായാലും റിക്രൂട്ട്മെന്റ് സ്വാഭാവികമായിട്ടും കൂടാൻ ഞാൻ സ്ട്രക്ചേഴ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഒക്കെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള. ഈ ട്രാൻസ്പോർട്ടേഷനിൽ പൊതുവെ നമുക്ക് വരുന്നത് പ്ലാനിങ്ങും ഡിസൈനും രണ്ട് വിങ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ. ട്രാഫിക് അതേപോലെ തന്നെ പേയ്മെന്റ്, ഈ മൂന്നെണ്ണത്തിനാണ് മെയിൻലി വരുന്നത്. ഈ പേയ്മെന്റ് മീൻസ് വരുമ്പോ നമ്മളുടെ പേയ്മെന്റ് സ്ട്രക്ചറിന്റെ കൺസ്ട്രക്ഷനും റോഡിന്റെ പണി, ഇതാണ് സംഭവം വരുന്നത്. ട്രാഫിക് എന്ന് വരുമ്പോൾ കുറച്ചുകൂടി ട്രാഫിക് ആയിട്ട് ഡിസൈനിങ് ആയിട്ടുള്ള ജോബ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ LNT പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ ഹലോ കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പോ ഈ LNT പോലത്തെ ഈ കമ്പനികളിലാണ് നമുക്ക് ഏതാ വരുന്നത്, ട്രാഫിക്കും അതായത് റോഡിന്റെ ഡിസൈനിങ്ങും അതേപോലെ തന്നെ ഈ പേയ്മെന്റിന്റെ ഡിസൈനിങ്ങും, ഇത് രണ്ടും വരുന്നത്. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് പുതിയതായിട്ട് ഔട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ബ്രാഞ്ചാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിലാണ് മെയിൻലി ഈ കോഡിംഗ് വർക്സും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു കോഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു പ്ലാനിങ് എന്ന രീതിയിൽ വരും. ഇപ്പൊ ഞാനിപ്പോ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാനിങ് ആയിട്ടാണ്. ഇപ്പൊ എന്റെ തീസിസ് ആയാലും പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് മൂന്നാണ് മെയിൻ വരുന്നത്. അപ്പൊ ഈവൻ ഞാനിപ്പോ പറയുകയാണെങ്കിൽ പ്ലാനിങ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് ഇപ്പൊ നോൺ കോർ ആയിട്ടുള്ള കുറെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ കോർ തന്നെ നോക്കണം എന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്ലാനിങ് ആയിട്ടൊക്കെ കോഡിങ് നിങ്ങൾക്ക് അത്യാവശ്യം അപ്രോച്ചബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോൺ കോർ നോക്കാം. മീൻസ് നോൺ കോർ ഇട്ട് വരുമ്പോഴാണ് പാക്കേജ് കൂടുതൽ വരുന്നത്. സിവിലിന്റെ അറിയാലോ, സിവിലിന്റെ പാക്കേജിന്റെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. നമുക്ക് മാക്സിമം എത്ര പോയാലും ഒരു 12 LPA വരെയൊക്കെയാണ് മാക്സിമം വരുന്നുള്ളൂ. പിന്നെ ഒരു സ്ട്രക്ചറൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് 18 വരെയൊക്കെ LPA വരുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം IIT ഉള്ളത്. അല്ലാതെ പൊതുവെ ബാക്കിയെല്ലാം വരുന്ന ഒരു 12 to 8 റേഞ്ചിലാണ് എല്ലാം വരുന്നത്. അപ്പോ നോൺ കോർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാക്കേജ് വരുന്നുണ്ട്. അല്ലാണ്ട് കോർ നോക്കുന്നത് ഈ ഒരു പാക്കേജാണ് വരുന്നത്. പിന്നെ എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ പ്ലേസ്മെന്റ് ഓപ്ഷൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഇത് ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഒട്ടുമിക്ക എല്ലാ സബ്ജക്റ്റിനും ഒരു ഫിക്സഡ് പാക്കേജ് എല്ലാത്തിനും പ്ലേസ്മെന്റ് വരാറുണ്ട്. ഇപ്പോ നിങ്ങൾ പ്ലേസ്മെന്റ് മാത്രം നോക്കിയിട്ട് ഒരു സബ്ജക്റ്റ് എടുത്തുന്നിരിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം റാങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനോ GT ആണെന്നിരിക്കട്ടെ, നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ സ്ട്രക്ചറിൽ എടുക്കും. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഇരിക്കണമെങ്കിൽ ഒരു മിനിമം CGP വേണം, ഒന്നാമത്തെ കാര്യം.
അപ്പോൾ അത് CGPA പിന്നീട് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം എംടെക്കിന് വന്നിട്ട് ഒരിക്കലും അവർ ബിടെക്കിൽ മൊമെന്റ് കാണാനോ ആ സാധനങ്ങളല്ല പഠിപ്പിക്കുക, അതിന്റെ കുറച്ച് അടുത്ത ലെവല പഠിപ്പിക്കുക. അപ്പോ കുറച്ച് പറ്റില്ല എന്നല്ല, പറ്റൊക്കെ ധൈര്യമായിട്ട് പറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ പ്ലേസ്മെന്റ് വരുന്നവർ നോക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് ആണ്. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പഠിക്കാൻ അറിയാം, അപ്പൊ അതിനൊക്കെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് നല്ല രീതിക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഓൾമോസ്റ്റ് സെയിം പാക്കേജ്, ഭയങ്കര വ്യത്യാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ബേസിക് കൺസെപ്റ്റ്സുകൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റിനായാലും നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഇതാണ്, ഇപ്പോൾ മാർക്ക് വെച്ചിട്ട് സബ്ജക്ട് എടുത്തിട്ട് പിന്നീട് ക്ലാസ്സിൽ പോലും കയറാണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സബ്ജക്ട് ഇൻപ്ലേസ്മെന്റ് മാത്രം നോക്കിയെടുക്കുന്നത് ചിലപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഒന്ന് നിങ്ങൾക്ക് മടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എംടെക് മൊത്തത്തിൽ മടുപ്പായി പോകും. അപ്പൊ നിങ്ങൾ പിന്നെ പ്ലേസ്മെന്റ് ഒന്നും മനസ്സിലേ വരത്തില്ല, നിങ്ങൾ എങ്ങനെയാലും കോഴ്സ് തീർത്താൽ മതി എന്ന രീതിക്കായി പോകാറുണ്ട്. അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ സബ്ജക്ട് ചൂസ് ചെയ്യാം. ഏത് NIT കേസ് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ, ഏത് NITയിലാണ് പ്ലേസ്മെന്റ് കൂടുതലുള്ളത്. അത് മീൻസ് എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതായിരിക്കും ചൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം മീൻസ് പ്ലേസ്മെന്റിന്റെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എപ്പോഴും ഈ അവരിവിടെ ടീച്ച് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, അതെപ്പോഴും കൂടുതൽ ടോപ്പ് ടൈസിലായിരിക്കും. അതായത് ഇപ്പം ഈവൻ IIT NIT കമ്പയർ ചെയ്യുന്ന നേരത്ത് പഠിപ്പിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇതെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അല്ല NIT പഠിപ്പിക്കുന്നത്. NITയില് ട്രിച്ചി പഠിപ്പിക്കുന്ന ട്രാൻസ്പോർട്ടേഷന്റെ ലെവലായിട്ടൊന്നും എന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ലെവൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല, അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മീൻസ് അത്യാവശ്യം നിങ്ങൾക്കൊരു എന്താ പറയുക പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഫ്യൂച്ചർ PhD എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീൻസ് അത്യാവശ്യം നിങ്ങളുടെ സബ്ജക്റ്റിൽ നോളജ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ടോപ്പ് NIT പോവാന്നാണ് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ആഡ് ചെയ്യാനുണ്ടോ? പിന്നെ ചില IITയിൽ ഇപ്പൊ കണ്ടുവരുന്ന C-Trans എന്നൊരു ഓപ്ഷൻ കേട്ടോ. അപ്പൊ അതെന്ന് പറയുന്ന നേരത്ത് മൾട്ടി ഡിസിപ്ലിനറിയാണ്. അപ്പോ പല ബ്രാഞ്ചിൽ നിന്നുള്ള ആൾക്കാരും കൂടി ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ IIT റൂർക്കിലുണ്ട് C-Trans. അപ്പോ മീൻസ് അത് പക്ക ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോ അതിലിപ്പോ എന്താ പറയുക ആർക്കിടെക്ട് എന്നുള്ളവരുണ്ടാവും, സിവിലിൽ നിന്നുള്ളവരുണ്ടായിരിക്കും, ഇലക്ട്രിക്കല്, കമ്പ്യൂട്ടർ, അങ്ങനെ പല ബ്രാഞ്ചിൽ നിന്നുള്ളവർക്കും അവരെല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഒരു സെന്റർ തുടങ്ങിയൊക്കെയാണ് C-Trans എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കൂടുതൽ കുറച്ചും കൂടി എന്താ പറയുക ഞാൻ ഈ പ്ലേസ്മെന്റ് കണ്ടുവരുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല, പക്ഷെ ഇപ്പൊ C-Trans അങ്ങനെയായാലും അതേപോലെ തന്നെ ഞാൻ പറയല്ലോ ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരും സെമി കണ്ടക്ടർ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പ്ലേസ്മെന്റ് കുറച്ചുകൂടി കൂടുതലാണ് കമ്പയർഡ് ടു അതർ കോർ ബ്രാഞ്ചസ്, ഈ കോർ ലെവലായിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ എക്സാംസിന്റെ തിരക്കിലായിട്ടും ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിന് ഗൈഡ് ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ദീപക്കും അശ്വിനും ജോയിൻ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നിതിൻ സാർ ആൻഡ് അഭിജിൻ സാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇപ്പൊ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിന് ഇടയ്ക്കാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഫാക്കൽറ്റീസിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അലുമിനീസിന്റെ അടുത്തോ ഒക്കെ കോൺടാക്ട് ചെയ്യാം. അത് നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, അതനുസരിച്ച് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹോപ്പ്ഫുൾ ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്ട്രീമിൽ ആഗ്രഹിച്ച IIT അല്ലെങ്കിൽ NITയിലെ അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. Start your preparations for engineering competitive exams from top educators. Learn from the best.